ഈ മോഹൻലാലിന്റെ സിനിമയിലെ കണ്ണട വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണടയ്ക്ക് ഒരുപാട് പ്രത്യേകതകളെന്ന് പറഞ്ഞു. ഇപ്പൊ ഐശ്വര്യയുടെ മുമ്പിൽ ഞാൻ എന്തിനാ ഇരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരു ചോദ്യം ഉണ്ടാവും. എനിക്ക് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കുക, ജീവിതത്തിൽ ചില സന്തോഷങ്ങൾ, ചില പൊട്ടിച്ചിരികൾ, ചില തമാശകൾ. ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ മിക്കവാറും അങ്ങനെയൊക്കെ ചിന്തിക്കുക. കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഓമനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പൂച്ചയെ കൊണ്ട് നടക്കുന്നു. അത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കെങ്കിലും കുറച്ച് ഫണ്ണി ആയിട്ട് തോന്നുന്ന ഗ്ലാസസ് ഉപയോഗിക്കുന്നു, ഹെയർ സ്റ്റൈൽ പോലും. ഇപ്പൊ ലണ്ടനിൽ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു, ഏതാണ്ട് 5 വർഷത്തോളം ജീവിച്ചു. പിന്നെ എന്തിനാ ദുബായിക്ക് വന്നത്? ദുബായിലേക്ക് വന്നത് തന്നെ ഫാഷൻ റിലേറ്റഡ് ആയിട്ട് ദുബായിലേക്ക് വന്നതാണ്. അങ്ങനെ ദുബായിൽ വന്നു, ഫാഷൻ ഷോസ് ചെയ്തു. ഇപ്പം നമുക്ക് നമ്മളുടെ ഓൺ റിയൽ എസ്റ്റേറ്റ് കമ്പനി ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ELL എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ എല്ലാമാണ് ഇപ്പോൾ ഐശ്വര്യ. എറണാകുളത്ത് നോർത്ത് പറവൂരുകാരി, അവിടുന്ന് റോളക്സ്, ഹണി തുടങ്ങിയ ഇത്യാദി ജീവിതമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ സൈഡ് തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിനിടയിൽ ഈ പൂച്ചകൾ, കണ്ണടകൾ, ഈ ഫാഷൻ ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുന്നത്? എനിക്ക് ചെറുപ്പം മുതലേ പെറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. മനുഷ്യരെക്കാൾ കൂടുതൽ എനിക്ക് പെറ്റ്സിനോടാണ് ഇഷ്ടം എന്നാണ് എൻ്റെ പാരൻസ് എപ്പോഴും പറയാറ്. എനിക്ക് പരിചയത്തിലുള്ള ഒരാൾ ഹണീനെ ഉപേക്ഷിക്കാൻ വേണ്ടി വെച്ചേക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഹണീനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇത് ആക്ച്വലി ജിഞ്ചർ ക്യാറ്റ് ആണ്. ജിഞ്ചർ ക്യാറ്റ് അല്ലെങ്കിൽ ഓറഞ്ച് ക്യാറ്റ് എന്നൊക്കെ പറയാം. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു ന്യൂസ് കണ്ടത്, ജിഞ്ചർ കാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫീമെയിൽ ജിഞ്ചർ കാറ്റ്സ് ലോകത്തിൽ ആകെ 10% മാത്രമേ ഉള്ളൂ. 90% ജിഞ്ചർ കാറ്റ്സും മെയിലായിരിക്കും. അങ്ങനെ ഒരു റെയർ സ്പീഷീസ് ആണ് നമ്മുടെ ഹണി എന്ന് ഞാൻ വളരെ അടുത്താണ് മനസ്സിലായത്. അതെ, ഹണി പെണ്ണാണ്. അതായത് ഇപ്പോഴും വാല്യൂ ഉള്ള ഒരു പൂച്ചയാണ്, വെറും പൂച്ചയല്ല. പക്ഷെ അതിന്റെ ചാടിയൊന്നും നമ്മുടെ ഹണിക്കില്ല. ഐശ്വര്യക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട ഒരു ഇൻഡസ്ട്രിയിലാണ് ജോലി ചെയ്യുന്നത്. സോ ഇതിന്റെ മെയിൻ്റെനൻസ് ഭയങ്കര പാടാണല്ലോ. മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ദുബായിൽ നമുക്ക് വാക്സിനേഷൻ ഒരു ബുക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും അനുസരിച്ച് വാക്സിനേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. യാത്രയൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും? യാത്രയൊക്കെ പാസ്പോർട്ടും ഉണ്ട്, എല്ലാം ഉണ്ട്, ചിപ്പ് ഉണ്ട്, നമുക്ക് ട്രാക്ക് ചെയ്യാം. ഇൻ കേസ് ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെച്ച് മിസ്സാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഹണി ഐശ്വര്യയുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ സംസാരിച്ച് പറഞ്ഞു, ഷെയ്ഖ് ഹംദാൻ പോലും ഒരു പൂച്ചയെ കെട്ടിടത്തിന് മേളിൽ വീണപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി നിന്ന പയ്യനെ അഭിനന്ദിക്കുക കണ്ടു. എന്താ പൂച്ചകൾ കിട്ടുന്ന ഒരു VIP ട്രീറ്റ്മെന്റ് എന്താ ഇവിടെ? ഇവിടത്തേക്ക് ഒരു വിശ്വാസപ്രകാരം കാറ്റ്സ് ശരിക്കും ഏഞ്ചൽസിനെ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അതിപ്പോ എന്റെ ലൈഫിലാണെങ്കിൽ പോലും ഞാൻ ഹണീനെ എന്റെ ലൈഫിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിലപ്പോൾ അന്ധവിശ്വാസം ആണ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഞാൻ എന്റെ പേഴ്സണൽ അതെ, വിശ്വാസികൾ മാത്രം കേട്ടാൽ മതി. പിന്നെ നമ്മൾ എൻഡ് ഓഫ് ദ ഡേ ഒരു മിണ്ടപ്രാണിയെ നമ്മൾ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാക്കുന്നു, അവരെ ടേക്ക് കെയർ ചെയ്യും. അതായത് ഉപേക്ഷിക്കാൻ വേണ്ടി ഇരുന്ന ഒരു ഹണിയെ നമ്മൾ സ്വന്തം ഹണിയാക്കുന്നു, അതിനെ ഭംഗിയായിട്ട്, അല്ലെ? നിങ്ങളെ പോലെ ഒരുപക്ഷെ നിങ്ങളെക്കാളും കൂടുതൽ ശ്രദ്ധയോടെ നോക്കുന്നു. നമ്മളെ ചിലപ്പോൾ വാക്സിനേഷൻ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇപ്പൊ വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയല്ലോ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഐശ്വര്യയെ കോൺടാക്ട് ചെയ്യുന്നത്